ഹായ്, രാവിലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് ഉള്ള പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി കമത്തി വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ അങ്ങ് വെന്ത് പാകമായിട്ടുണ്ടായിരുന്നേ. അതങ്ങ് വാർത്തിട്ടപ്പോഴത്തേക്കേ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാൻ വേണ്ടി ഞാൻ ജാറിലിട്ടപ്പോഴത്തേക്കും കരണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചൂസ് ശശിൻ്റെ കൂടെ പോയിട്ട് അവന് വേണ്ടുന്ന ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ കരണ്ട് വന്നു. ഉപ്പൊക്കെ അങ്ങ് നേരത്തെ പൊടിച്ച് വെച്ചേച്ചു. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയൊന്ന് തിരുമ്മി വെക്കണം. അതിന് മുന്നേ നമ്മുടെ ചിക്കൻ കൊണ്ടുവന്ന കവറെല്ലാം ഞാൻ കഴുകി ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മസാല ഇട്ട് തിരുമ്മി ഞാൻ നമ്മുടെ ചിക്കൻ എല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ചിക്കൻ കാൽ എപ്പോഴാണ് പൊരിച്ച് തരുന്ന അമ്മയെന്നും ചോദിച്ചൊരുത്തം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഒരു കുഞ്ഞു തോരൻ വെക്കണം. അതിന് കുറച്ച് ചീരയിലെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ലെഗ് പീസും വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചീരയിലയിലേക്ക് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്തു. ഒരു കുഞ്ഞ്